നിങ്ങളെക്കൊണ്ട് ഒരു പുള്ളപ്പ് പോലും എടുക്കാൻ പറ്റുന്നില്ലേ? പുള്ളപ്സ് എടുക്കാനുള്ള സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനായി ഈ വീഡിയോയിൽ പറയുന്ന 4 കാര്യങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ. നമ്പർ 1, ഡെഡ് ഹാങ്. നമ്മുടെ കൈകൾ ഷോൾഡറിൻ്റെ ലെവലിൽ നിന്ന് കുറച്ചുകൂടെ വൈഡറായി പിടിച്ചതിന് ശേഷം ഒരു ബാറിലോ അല്ലെങ്കിൽ ഷെയ്ഡിലോ ഹാങ് ചെയ്ത് നിന്നാൽ മതി. ഒരു 20 to 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് നിൽക്കണം. ബിഗിനേഴ്സിനെ സംബന്ധിച്ച് പുള്ളപ്പ് ബാറിലോ അല്ലെങ്കിൽ ഒരു അയൺ റോഡിലോ ഹാങ് ചെയ്യാനായിരിക്കും കുറച്ചുകൂടെ ഈസി. നമ്മുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയാണ് ഡെഡ് ഹാങ് ചെയ്യുന്നത്. നമ്മുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് ഇൻക്രീസ് ആയാലും നമുക്ക് കൂടുതൽ നേരം ബാറിൽ ഹാങ് ചെയ്ത് നിൽക്കാനും കൂടുതൽ പുള്ളപ്സ് എടുക്കാനും പറ്റുകയുള്ളൂ. നമ്പർ 2, സ്കാപ്പുലർ പുള്ളപ്സ്. ഡെഡ് ഹാങ് നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡ്സ് ഈസി ആയിട്ട് ഹാങ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് സ്കാപ്പുലർ പുള്ളപ്സ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഹാങ് ചെയ്ത് നിൽക്കുക, എന്നിട്ട് നമ്മുടെ സ്കാപ്പുലർ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം സ്കാപ്പുലർ മാത്രം ഒന്ന് അപ്പ് ചെയ്യുക, ഡൗൺ ചെയ്യുക. പിന്നെ നമ്മുടെ കൈകൾ സ്ട്രെയിറ്റ് ആയിരിക്കണം, മടക്കാൻ പാടില്ല. സ്കാപ്പുലർ മാത്രം അപ്പ് ചെയ്യണം, ഡൗൺ ചെയ്യണം. അപ്പ് ചെയ്യുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുക, ഡൗൺ ചെയ്യുമ്പോൾ ശ്വാസം എടുക്കുക. സ്കാപ്പുലർ പുള്ളപ്സ് ഒരു 12 വെച്ച് 3 സെറ്റ് ചെയ്യണം. നമ്പർ 3, ഇൻവേർട്ടഡ് റോ. ഇത് ചെയ്യാനായിട്ട് നമുക്കൊരു അയൺ റോഡും പിന്നെ അത്യാവശ്യം ബലമുള്ള ഒരു കയറും വേണം. ജനലിൻ്റെ സൈഡിൽ ഇതുപോലെ കെട്ടിയതിന് ശേഷം അപ്പ് ചെയ്യുക, ഡൗൺ ചെയ്യുക. കയറില്ലാത്തതുകൊണ്ട് ഞാനൊരു ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ പൊട്ടി വീഴാത്ത നല്ല ബലമുള്ള ഒരു കയർ വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി അയൺ റോഡ് ഇല്ല എങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ടവൽ യൂസ് ചെയ്തും ചെയ്യാം. അങ്ങനെ ഒരു 12 വെച്ച് 3 സെറ്റ് ചെയ്യണം. നമ്പർ 4, നെഗറ്റീവ് പുള്ളപ്പ്. ഇൻവേർട്ടഡ് റോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത നെഗറ്റീവ് പുള്ളപ്സ് ചെയ്യാവുന്നതാണ്. ഒരു ചെയർ സപ്പോർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ ചെയറിൻ്റെ സപ്പോർട്ടോടു കൂടി അപ്പ് ചെയ്യുക, മാക്സിമം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന അത്രയും സ്ലോവിൽ ഡൗൺ ചെയ്യുക. അതുപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ചെയറിൻ്റെ സപ്പോർട്ടോടു കൂടി അപ്പ് ചെയ്യുക, സ്ലോ ആൻഡ് കൺട്രോൾഡ് ആയിട്ട് ഡൗൺ ചെയ്യുക. നെഗറ്റീവ് പുള്ളപ്സ് നിങ്ങൾക്ക് എത്ര റെപ്സ് ആണോ എടുക്കാൻ പറ്റുന്നത് അത്രയും വെച്ച് 3 സെറ്റ് ചെയ്യണം. നെഗറ്റീവ് പുള്ളപ്സ് നിങ്ങൾ കുറേ ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യാനുള്ള സ്ട്രെങ്ത് ആയിട്ടുണ്ടാവും. പിന്നെ ഓരോരുത്തരുടെയും ബോഡി വെയിറ്റും സ്ട്രെങ്തും അനുസരിച്ചിരിക്കും പുള്ളപ്സ് എടുക്കാൻ പറ്റുന്നത്. ചിലർക്ക് കൂടുതൽ ടൈം എടുക്കും, ചിലർക്ക് പെട്ടെന്ന് പറ്റും. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, എന്തായാലും പറ്റും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ പ്രോപ്പറായിട്ട് വാം ചെയ്തതിന് ശേഷം വേണം പുള്ളപ്സ് എടുക്കാനായിട്ട്. കാരണം നമ്മുടെ മസിൽസൊക്കെ തണുത്തായിരിക്കും ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ആ വർക്കൗട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടാവില്ല. സോ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാനും നമ്മുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനും ഒരു വർക്കൗട്ടിന് മുമ്പേ നമ്മുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ വാം ചെയ്യുന്നത്. ഇനി വാമപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ കുറച്ച് വാമപ്പ് എക്സസൈസ് കൂടെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മുടെ കൈകൾ ഷോൾഡറിൻ്റെ ലെവലിന് വെച്ചതിന് ശേഷം ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക. ഒരു 10 തവണ ചെയ്തതിന് ശേഷം നേരെ തിരിച്ചും അതുപോലെ തന്നെ 10 തവണ റൊട്ടേറ്റ് ചെയ്യുക. ഇനി നമ്മുടെ 2 കൈകളും ഇതുപോലെ ഫ്രണ്ടിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് പുറകിലേക്ക് 8 തവണ ഫ്രണ്ടിലേക്കും 8 തവണ പുറകിലേക്കും റൊട്ടേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മുടെ കൈകൾ ഷോൾഡർ വെച്ചിട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക. ഒരു 8 തവണ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നേരെ തിരിച്ചും അതുപോലെ തന്നെ 8 തവണ റൊട്ടേറ്റ് ചെയ്യുക. ഇനി നമ്മുടെ കൈകൾ ചെസ്റ്റിൻ്റെ ലെവലിന് വെച്ചതിന് ശേഷം ഇതുപോലെ സ്ട്രെച്ച് ചെയ്യണം. ഒരു 8 തവണ ചെയ്താൽ മതി. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൈകൾ ഹിപ്സിൽ വെച്ച് ഇതുപോലെ വലത്തോട്ട് 8 തവണ റൊട്ടേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇടത്തോട്ട് 8 തവണ റൊട്ടേറ്റ് ചെയ്യുക. ഇനി നമ്മുടെ 2 കാലുകൾ കൂടെ റൊട്ടേറ്റ് ചെയ്യുക. 8 തവണ വലത്തോട്ടും 8 തവണ ഇടത്തോട്ടും 2 കാലിലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. ലാസ്റ്റായിട്ട് നമ്മുടെ കാലുകൾ കുറച്ച് വൈഡറാക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മുടെ റൈറ്റ് ഹാൻഡ് ഇടത്തെ കാലിൽ തൊടുക, ലെഫ്റ്റ് ഹാൻഡ് വലത്തെ കാലിൽ തൊടുക. അങ്ങനെ ഒരു 10 തവണ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഏതൊരു വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായി വാമപ്പ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഹോം വർക്കൗട്ട് വീഡിയോസ് കിട്ടാനായി നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണേ.